പ്രിയമുള്ളവരെ, വചനജ്വാല 1781 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂലൈ 17 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. 3 യുവാക്കന്മാർ തീച്ചൂളയിൽ. നബൂഖദ്നേസർ രാജാവ് 60 മുഴം ഉയരവും 6 മുഴം വണ്ണവുമുള്ള ഒരു സ്വർണ വിഗ്രഹമുണ്ടാക്കി ബാബിലോൺ ദേശത്തെ ദൂരാ താഴ്വരയിൽ അവൻ അത് സ്ഥാപിച്ചു. താൻ നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്ക് പ്രധാന ദേശാധിപതികളെയും സ്ഥാനപതികളെയും നാടുവാഴികളെയും ഉപദേശകരെയും ഭണ്ഡാരം വിചാരിപ്പുകാരെയും ന്യായാധിപന്മാരെയും നിയമജ്ഞരെയും ദേശത്തുള്ള സകല സ്ഥാനികളെയും വിളിച്ചുകൂട്ടാൻ നബൂഖദ്നേസർ ആളയച്ചു. എല്ലാവരും രാജാവ് നിർമ്മിച്ച പ്രതിമയുടെ പ്രതിഷ്ഠയ്ക്ക് വന്നു ചേർന്നു. അവർ പ്രതിമയ്ക്ക് ചുറ്റും നിന്നു. അപ്പോൾ വിളംബരം ചെയ്യുന്നവർ വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, വിവിധ ഭാഷക്കാരെ, നിങ്ങളോട് കൽപ്പിക്കുന്നു, കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയ സകലവിധ വാദ്യനാദവും കേൾക്കുമ്പോൾ നിങ്ങൾ സാഷ്ടാംഗം വീണ് നബൂഖദ്നേസർ രാജാവ് പ്രതിഷ്ഠിച്ച സ്വർണബിംബത്തെ ആരാധിക്കണം. ആരെങ്കിലും അപ്രകാരം ചെയ്യുന്നില്ലെങ്കിൽ അവനെ തൽക്ഷണം എരിയുന്ന തീച്ചൂളയിൽ എറിയും. അതുകൊണ്ട് കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയ വാദ്യനാദങ്ങൾ കേട്ട മാത്രയിൽ ആ ജനതകളും രാജ്യക്കാരും വിവിധ ഭാഷക്കാരും നബൂഖദ്നേസർ സ്ഥാപിച്ച സ്വർണബിംബത്തെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അപ്പോൾ ചില കൽദായർ മുൻപോട്ട് വന്ന് ദുരുദ്ദേശത്തോടെ യഹൂദരുടെ മേൽ കുറ്റം ചുമത്തി. അവർ നബൂഖദ്നേസർ രാജാവിനോട് പറഞ്ഞു, രാജാവ് നീണാൾ വാഴട്ടെ. രാജാവേ, കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയ വാദ്യനാദങ്ങൾ മുഴങ്ങുമ്പോൾ എല്ലാവരും സ്വർണ പ്രതിമയെ താണു വീണ് ആരാധിക്കണമെന്ന് നീ കൽപ്പിച്ചിരുന്നുവല്ലോ. സാഷ്ടാംഗം വീണ് ആരാധന നടത്താത്തവൻ ആരായാലും അവൻ കത്തിക്കാളുന്ന അഗ്നികുണ്ഡത്തിൽ എറിയപ്പെടുമെന്നും നീ കൽപ്പിച്ചിരുന്നു. രാജാവേ, ബാബിലോൺ ദേശത്തെ ഭരണാധികാരികളായി നീ നിയമിച്ചിരുന്ന ശദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ എന്നീ യഹൂദർ നിന്നെ അനുസരിക്കുന്നില്ല. അവർ നിന്റെ ദേവന്മാരെ സേവിക്കുകയോ നീ പ്രതിഷ്ഠിച്ച സ്വർണ വിഗ്രഹത്തെ ആരാധിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ഉഗ്രകോപം പൂണ്ട നബൂഖദ്നേസർ ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നെഗോയെയും കൊണ്ടുവരാൻ കൽപ്പിച്ചു. അവരെ രാജസന്നിധിയിൽ കൊണ്ടുവന്നു. നബൂഖദ്നേസർ ചോദിച്ചു, ഹേ ശദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ, നിങ്ങൾ എന്റെ ദേവന്മാരെ സേവിക്കുന്നില്ലെന്നും ഞാൻ സ്ഥാപിച്ച പ്രതിമയെ ആരാധിക്കുന്നില്ലെന്നതും കേട്ടത് സത്യമാണോ? കൊമ്പ്, കുഴൽ, തമ്പുരു, കിന്നരം, വീണ, നാഗസ്വരം തുടങ്ങിയവയുടെ നാദം കേൾക്കുമ്പോൾ ഞാൻ പ്രതിഷ്ഠിച്ച പ്രതിമയെ താണു വീണ് ആരാധിക്കുന്നെങ്കിൽ
നിങ്ങൾക്ക് നന്ന്, അല്ലെങ്കിൽ ഉടൻ തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ എറിഞ്ഞുകളയും. ഏത് ദേവൻ എന്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും? ശദ്രാക്കും മെഷാക്കും അബദ്നെഗോയും രാജാവിനോട് പറഞ്ഞു, അല്ലയോ നബൂഖദ്നേസർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ ഉത്തരം പറയേണ്ടതില്ല. രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിന്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണബിംബത്തെയോ ആരാധിക്കുകയില്ല. ശദ്രാക്കിനും മെഷാക്കിനും അബദ്നെഗോയ്ക്കും നേരെ കോപം കൊണ്ട് നിറഞ്ഞ നബൂഖദ്നേസറിന്റെ മുഖഭാവം മാറി ചൂള പതിവിൽ 7 മടങ്ങ് ജ്വലിപ്പിക്കാൻ അവൻ കൽപ്പിച്ചു. ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നെഗോയെയും ബന്ധിച്ച് ആളിക്കത്തുന്ന ചൂളയിലേക്ക് വലിച്ചെറിയാൻ തന്റെ ശക്തരായ ഭടന്മാരോട് ആജ്ഞാപിച്ചു. പടയാളികൾ അവരെ അങ്കി, തൊപ്പി, മറ്റു വസ്ത്രങ്ങൾ എന്നിവയോടു കൂടെ ബന്ധിച്ച് ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിലേക്ക് എറിഞ്ഞു. കർശനമായ രാജകൽപ്പന അനുസരിച്ച് തീച്ചൂള അത്യുഗ്രമായി ജ്വലിച്ചിരുന്നത് കൊണ്ട് ശദ്രാക്കിനെയും മെഷാക്കിനെയും അബദ്നെഗോയെയും ചൂളയിലേക്ക് കൊണ്ടുചെന്നവരെ തീജ്വാലകൾ ദഹിപ്പിച്ചു കളഞ്ഞു. ശദ്രാക്ക്, മെഷാക്ക്, അബദ്നെഗോ എന്നീ 3 പേരും ബന്ധിതരായി ജ്വലിക്കുന്ന തീച്ചൂളയിൽ പതിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് 5-ാം ശതാബ്ദത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അലക്സസിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ദാനധർമ്മങ്ങൾ സ്വർഗത്തിലേക്കുള്ള നിക്ഷേപങ്ങളാണെന്ന് ബോധമുള്ളവനായിരുന്നു ബാലനായ അലക്സേസിസ്. തന്നിൽ നിന്നും ധർമ്മം സ്വീകരിക്കുന്നവരെ തന്റെ ഉപകാരികളെ പോലെയായിരുന്നു അദ്ദേഹം ബഹുമാനിച്ചിരുന്നത്. ജീവിത സുഖങ്ങളും ബഹുമാനങ്ങളും തന്റെ ഹൃദയത്തെ ദൈവത്തിൽ നിന്നും അകറ്റുമെന്ന് കരുതി വിവാഹ ദിവസം തന്നെ വൈവാഹിക സന്തോഷങ്ങൾ ആസ്വദിക്കാതെ ഭാര്യയോട് യാത്ര പറഞ്ഞ് ദൂരദേശത്തേക്ക് പോയി. ദരിദ്രവേഷത്തിൽ എദോന്യായിൽ ദൈവമാതാവിന്റെ ഒരു ആലയത്തിന് സമീപം ഒരു കുടിലിൽ ഏകാന്തതയിൽ ജീവിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ കുലീന കുടുംബത്തിലേതെന്ന് അവിടുത്തുകാർ മനസ്സിലാക്കിയപ്പോൾ അവിടെ നിന്ന് തിരികെ വന്ന് തന്റെ മാളികയുടെ ഒരു മൂലയിൽ വീട്ടുകാർ അറിയാതെ ഒരു ദരിദ്ര ഭിക്ഷുവായി 17 കൊല്ലം ജീവിച്ചു. അക്കാലമത്രയും തന്നെയും ഭാര്യയെയും ചവിട്ടിത്തേച്ചിരുന്ന വൃദ്ധരെയും ക്ഷമയോടെ വീക്ഷിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മരിച്ചു. മരിച്ചപ്പോൾ ലഭിച്ച എഴുത്തിൽ നിന്നാണ് തങ്ങളുടെ മകനാണെന്ന് വീട്ടുകാർ അറിഞ്ഞത്. അദ്ദേഹം വഴി ധാരാളം അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ 5-ാം ശതാബ്ദത്തിൽ ജീവിച്ചിരുന്ന വിശുദ്ധ അലക്സിസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.